ഹലോ 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 ഫ്രണ്ട്സ്, ഇന്ന് മാർച്ച് 2-ാം തീയതിയാണ്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ജർമ്മനിയിൽ കാർണിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ഞങ്ങളിപ്പോൾ കൊളോൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടനും ഫാമിലിയും അവിടെ വരും. അപ്പോൾ അവരെ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇന്ന് നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. നല്ല വെയിലും ചെറിയൊരു തണുപ്പും കൂടിയുള്ള ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ കൊച്ച് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്, കരയാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടവന് നല്ലൊരു ക്ലൈമറ്റാണ്. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ലൈമറ്റ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയപ്പോൾ കൊളോണിൽ തന്നെയാണ് പോയത്. അപ്പോൾ അവിടെ ഭയങ്കര തണുപ്പും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമായിരുന്നു. ഇപ്പോൾ കുഞ്ഞിന് 7 മാസമായി. ഞങ്ങളെല്ലാവരും കൂടി പോകുക കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലും ആളുകളൊക്കെ ഇങ്ങനെ റെഡിയായൊക്കെ ഇരിക്കുന്നുണ്ട്. കാർണിവലിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് അതൊക്കെ റെഡിയായി നിൽക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അത് മോനാണെങ്കിൽ പതിവില്ലാതെ ഭയങ്കര ഹാപ്പിയാണ്. ചേച്ചിയും മോനും കൂടി ഭയങ്കര കളിയിലൊക്കെ ആയിരുന്നു. ഊബാനിലോട്ട് കയറിയപ്പോൾ തന്നെ അതിൽ നിറയെ ആളുകളൊക്കെ ഡ്രസ്സിങ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പെയിൻറ്ററിൻ്റെ ഡ്രസ്സ്, പിന്നെ അല്ലാതെ പല പല വെറൈറ്റി ആയിട്ടുള്ള ഫാൻസി ഡ്രസ്സുകളായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഫോട്ടോ എടുത്തോളാൻ നമ്മളോട് ഇങ്ങോട്ട് പറയും. ഞാനപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവരെനിക്ക് പോസ് ചെയ്തിരിക്കുകയാണ്. അവർ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ ബാനൂസിലോട്ട് എത്തിയപ്പോൾ, ബാനൂസ് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങോട്ട് എത്തിയപ്പോഴേക്കും കുറേ ആളുകളായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കുറേ ചോക്ലേറ്റൊക്കെ കിട്ടി കേട്ടോ. കാർണിവൽ കാണാൻ വേണ്ടി പോയപ്പോൾ ട്രെയിൻ കാത്തിരുന്നിട്ട് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ എനിക്കത് കോമസും മയോണൈസും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അത് വാങ്ങി കഴിച്ചു കേട്ടോ. Ja, aber das kommt wieder. Ja, musst du dir keine Sorgen machen. Das kommt wieder. അങ്ങനെ ഞങ്ങൾ കാർണിവൽ നടക്കുന്ന ചർച്ചിൻ്റെ അടുത്തെത്തി. ഇതാണ് കൊളോൺ ചർച്ച്. കൊളോൺ കത്തീഡ്രൽ എന്നാണ് ഇതിനറിയപ്പെടുന്നത് കേട്ടോ. ബ്ലാക്ക് കളറിലെ പള്ളിയാണ്. ഭയങ്കര വലിയ പള്ളിയാട്ടോ ഇത്. ഈ പള്ളിയെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ചെയ്യുന്നുണ്ട്. ഈ പള്ളി 1248 ഈ പള്ളി പണിത് തുടങ്ങിയത്. അത് കഴിഞ്ഞ് 1880 ഈ പള്ളിയുടെ പണി അവസാനിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഇനിയും എന്തോ കുറേ പണിയൊക്കെ തീരാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. സുഖമാണോ നിനക്ക്? ഹായ് പറഞ്ഞേ. വീഡിയോ എടുക്കണേ. ഹായ് പറ. ഞാനാ ടൈപ്പല്ല. അങ്ങനെ അബ്രുക്കുട്ടും ഭയങ്കര ഹാപ്പിയാണ്. മിഠായി പറക്കാൻ വേണ്ടി നിൽക്കുവാണ്. അലീസിയ മോളും. അങ്ങനെ കുഞ്ഞോ പതിയെ ഉറങ്ങാനുള്ള ഒരു മൂഡിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങളവിടെ നോക്കിയിരിക്കുക. അധികം നേരം നിന്നില്ല, കുറച്ച് നേരം നിന്ന് ഇങ്ങനെ കുറേ മിഠായിയൊക്കെ എറിയുന്നുണ്ട്.
Herzlich willkommen am Bahnhofsspielplatz. Die dieses Jahr als Gast Aber die Sonne ist gleich direkt jetzt hier. Ja, Ich bin Lokalpatriot, mit Stolz der Rosling, fahren schwing ruhig. Alle wollen nach Berlin, wir lassen die große Buske. Und die Gruppe bleibt stolz durch die Tagebauschule. That's perfect. Perfect. ചൂയിങ്കോടെ മിഠായി നീ കഴിക്കാൻ പാടില്ല ചൂയിങ്കോണ് അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. വേഗമല്ല, കുറേ നേരം നിന്നു. 3 മണിക്കൂറൊക്കെ നിന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേർക്ക് വിശന്നു. അതൊക്കെ അതുകൊണ്ട് ഞങ്ങൾ വേഗം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ തവണ വന്നപ്പോഴും കയറിയായിരുന്നു ശരവണ ഭവനിൽ. കഴിഞ്ഞ വർഷം കാർണിവലിന് ശരവണഭവനിൽ പോയതാണ്. ഇപ്പോഴും കാർണിവലിൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ചെന്നേക്കുന്നത്. അങ്ങനെ ഞാനും ചേട്ടൻ ചായ ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തോടുന്നു. പിന്നെ മാംഗോ ലസ്സി അവരൊക്കെ പിള്ളേരൊക്കെ ഓർഡർ ചെയ്തു. ലിബിൻ ചേട്ടൻ അത് തന്നെ ഓർഡർ ചെയ്തത്. പിന്നെ ഉഴുന്നുവട 2 പേർക്കും. പിന്നെ പൂരി മസാല വാങ്ങിച്ചു, മസാല ദോശ വാങ്ങിച്ചു, ഗീ റോസ്റ്റ്, ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിയത്. എല്ലാം പറയാമല്ലോ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ നാൾ കൂടി കഴിക്കുന്നതുകൊണ്ടാണെന്നറിയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു.
ജർമ്മനിയിൽ എന്താ പറയുക, ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഒരു വർഷത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണയൊക്കെ പോകാൻ പറ്റുള്ളൂ. കാരണം അതിന് മാത്രം റേറ്റാണ്, നല്ല റേറ്റ് കൊടുക്കണം നമ്മൾ ഫുഡൊക്കെ കഴിക്കണം. അതുകൊണ്ട് തന്നെ കൂടുതലും ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഫുഡൊക്കെ കുക്ക് ചെയ്യാറുള്ളൂ. പിന്നെ കേരള റെസ്റ്റോറൻ്റ് ഒന്നും ഇവിടെ ഇല്ല, ഇന്ത്യൻ റെസ്റ്റോറൻറ്റേ ഉള്ളൂ. കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട്, വേറെ സ്റ്റേറ്റിലൊക്കെ ഉണ്ട്, പക്ഷേ ഒരെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും എല്ലാ ഫുഡും നാട്ടിലെ പോലെ ഒന്നും അങ്ങനെ കിട്ടുന്നില്ല ഇവിടെ ജർമ്മനിയിൽ. ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസാല ദോശയും ഗീ റോസ്റ്റും എല്ലാം അടിപൊളിയായിരുന്നു. പൂരിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ 117 യൂറോയാണ് ബില്ലായത്. പിന്നെ 10 യൂറോ ടിപ്പും കൊടുത്തിട്ടോ. ചേട്ടൻ്റെ ട്രീറ്റായിരുന്നു. ചേട്ടന് ഓഫീസിൽ നിന്ന് കാറ് കിട്ടിയതിൻ്റെയൊക്കെ ട്രീറ്റായിരുന്നു. കാറ് കിട്ടിയത്, ലൈസൻസ് കിട്ടിയതിൻ്റെയൊക്കെ ട്രീറ്റായിരുന്നു. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ ചേട്ടനും റിയയും അബ്രാമും വീട്ടിലോട്ട് പോയി. ഞങ്ങളപ്പോൾ വീട്ടിലെത്തിയപ്പോൾ 7:30. അപ്പോഴേക്കും കുഞ്ഞുവാവ കരച്ചിൽ തുടങ്ങി. ഇത്ര നേരം കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കാർണിവലൊക്കെ അടിച്ചു പൊളിച്ചു. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബായ്.